പിണറായി വിജയന്റെ വസതിയിലെ ഇ ഡി റെയ്ഡിനെതിരെ ദേശീയ തലത്തിലും പ്രതിഷേധമുയർന്നു. CPM ഡൽഹി സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ഇ ഡി ആസ്ഥാനത്തേക്കുള്ള മാർച്ചിൽ പങ്കെടുത്ത MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഡി രാജ, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ എന്നിവർ ഇ ഡി നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ റിപ്പോർട്ട് തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇ ഡി റെയ്ഡിനെതിരെ ദേശീയ തലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. CPI ജനറൽ സെക്രട്ടറി ഡി രാജ, ആം ആദ്മി പാർട്ടി ദേശീയ കോർഡിനേറ്റർ അരവിന്ദ് കെജ്രിവാൾ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടും ഇ ഡിയെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുകയാണ് എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയില്ല. KC വേണുഗോപാലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. അതേസമയം ഡൽഹിയിൽ നിന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രി VD സതീശൻ 3 തവണ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മൗനം പാലിച്ച് മറയുകയായിരുന്നു ഉണ്ടായത്. അതേസമയം ഡൽഹിയിൽ CPMന്റെ നേതൃത്വത്തിൽ ED ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തി. MA ബേബി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെയും നേതാക്കളെയും ബലം പ്രയോഗിച്ചാണ് പോലീസ് നീക്കിയത്. BJP ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലമായി ഗവൺമെന്റിന്റെ കൈവശമുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട വകുപ്പുകളെ പക്ഷപാതപരമായി രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ റിപ്പോർട്ട് തേടാനാണ് ED ഡയറക്ടറുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും റിപ്പോർട്ട് തേടിയേക്കും. പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ അന്വേഷിക്കുക. ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ടിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.